ഒരുപക്ഷേ ഈ ചോദ്യം നമ്മൾ നെഹ്റുവിൻ്റെ കാലത്ത് അല്ലെങ്കിൽ നെഹ്റു ജീവിച്ചിരുന്നെങ്കിൽ നെഹ്റു എന്ത് മറുപടി പറയുമായിരുന്നു എന്ന് നമുക്കൊന്ന് വേണമെങ്കിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. 1981 നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സോമനാഥ് ക്ഷേത്രത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി രാജേന്ദ്ര പ്രസാദ് തീരുമാനിക്കുമ്പോൾ അന്ന് നെഹ്റു എഴുതുന്നൊരു കത്തുണ്ട്. ആ കത്തിൽ വളരെ ചുരുങ്ങിയ 2 വാചകങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. അതിങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: ഈ സ്പെക്ടാക്കുലർ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് താങ്കൾ പങ്കെടുക്കാൻ പോകുന്നതിൽ എൻ്റെ വിയോജിപ്പ് ഞാൻ അറിയിക്കുന്നു. ആ ക്ഷേത്രത്തിൽ ആരാധന നടത്താൻ ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് ഏതു സമയത്തും അവകാശമുണ്ടെന്നിരിക്കെ ഈ ഉദ്ഘാടന ചടങ്ങിൽ താങ്കൾ പങ്കെടുക്കുന്നത് മറ്റു പല ഇംപ്ലിക്കേഷൻസും ഉണ്ടാക്കും. അങ്ങനെയാണ് ആ വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പല ഇംപ്ലിക്കേഷൻസും ഉണ്ടാക്കും എന്നതാണ്. ഇതിനെ കൂടുതലായിട്ടോ കുറച്ചോ ഒന്നും നെഹ്റു പറയുന്നില്ല. പക്ഷേ പിന്നീട് അതിന് രാജേന്ദ്ര പ്രസാദ് ന്യായീകരിക്കുന്നത് ഇത് സ്വകാര്യ വ്യക്തികൾ നൽകിയ പണം കൊണ്ട് കെട്ടിപ്പടുത്തിരിക്കുന്ന ക്ഷേത്രമാണെന്നും അവിടെ എന്നെപ്പോലെ ഒരാൾ ഉദ്ഘാടന ചടങ്ങിന് പോകുന്നത് കൊണ്ട് തെറ്റില്ല എന്നുമാണ് രാജേന്ദ്ര പ്രസാദ് പറയുന്നത്. വീണ്ടും നെഹ്റു കത്തെഴുതുന്നത്, നെഹ്റു അപ്പോൾ കത്തെഴുതുമ്പോൾ പറയുന്നത്, ഞാൻ ഈ വിഷയത്തിൽ കൂടുതൽ തർക്കിക്കാനോ അങ്ങയെ സമ്മർദ്ദത്തിലാക്കാനോ ഇല്ല എന്ന് പറഞ്ഞ് നെഹ്റു പിൻവാങ്ങുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നെഹ്റുവാണെങ്കിലും ഇതേ മറുപടിയായിരിക്കും കൊടുക്കുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിവേഗ മറുപടി നൽകിയിരിക്കും എന്നുള്ളതാണ്. കാരണം ഓരോ ദിവസം വൈകും തോറും ഇനിയൊരു മതേതര ഭാരതത്തിന്റെ പ്രതീക്ഷയായ കോൺഗ്രസ് വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ അതേ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ 49 അല്ല മാറി ഞാനതിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുക എന്നുള്ളത് തന്നെ ഒരു വലിയ അപരാധമായി ഞാൻ കണക്കാക്കുന്നു. അതിൽ ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോയിന്റിനോട് പൂർണ്ണമായും യോജിക്കുന്നു. 3 കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കരുതെന്നാണ് എൻ്റെ പക്ഷം. ഒന്ന്, ഇതൊരു ആത്മീയമോ മതപരമോ ആയ ചടങ്ങല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത് ഞാൻ പറയുന്നതല്ല, ഈ രാം ട്രസ്റ്റിൻ്റെ ക്ഷേത്രത്തിൻ്റെ ചെയർമാൻ തന്നെ രാം മന്ദിർ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായ ചമ്പത് റായ് പറയുന്നുണ്ട്. ഈ ജനുവരി 22 അദ്ദേഹം ബന്ധിപ്പിക്കുന്നത് തുലനപ്പെടുത്തുന്നത് ഓഗസ്റ്റ് 17 എന്നിട്ട് അദ്ദേഹം ഒരു ദിവസം കൂടി പറയുന്നുണ്ട്. അത് 1971 പാകിസ്ഥാൻ ഭടന്മാർ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കിയ ദിവസവുമായിട്ടാണ്, കാർഗിൽ വിജയ ദിവസവുമായിട്ടാണ്. കാർഗിൽ വിജയ ദിവസമായും 1971 ഇന്ത്യ പാക് യുദ്ധദിനമായിട്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ടും ജനുവരി 22 താരതമ്യപ്പെടുത്തുന്നത് രാം മന്ദിർ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള പ്രോജക്റ്റാണ്, ഇതൊരു ആത്മീയമോ സ്പിരിച്വലോ ആയ പരിപാടിയല്ല. രണ്ടാമത് LK അദ്വാനി തന്നെ 2004 ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് 1989 മുതൽ BJPയുടെ അഭൂതപൂർവമായ വളർച്ച രാം ജന്മഭൂമി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി LK അദ്വാനി നൽകുന്നുണ്ട്. അപ്പോൾ രാം ജന്മഭൂമി മൂവ്മെൻറ്റ് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റാണ്, അതൊരു സ്പിരിച്വലോ അതൊരു മതപരമോ ആയിട്ടുള്ള ഒരു ചടങ്ങല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് അങ്ങനെയൊരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു പക്ഷം. രണ്ടാമത്തെ പക്ഷം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, ഇതൊരു ചരിത്രപരമായ ഒരു വിഡ്ഢിത്തമായി മാറാൻ പോവുകയാണ്. തുടർച്ചയായി ഞാൻ നേരത്തെ ആ കാലഘട്ടം സൂചിപ്പിച്ചതുപോലെ 1949 നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചതുപോലെ 49 അന്ന് ഗോവിന്ദ് വല്ലഭ് പന്തിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് നെഹ്റു. അന്ന് 2 വിഗ്രഹങ്ങളാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. 1949 ഡിസംബർ മാസം 22 അർദ്ധരാത്രിയിൽ. 23 തന്നെ ഈ വിഷയം അറിയുന്ന നെഹ്റു ഗോവിന്ദ് പന്തിനോട് പറയുന്നുണ്ട് അതിൽ അതിവേഗം ഇടപെടണം. അന്ന് ഫൈസാബാദ് ജില്ലാ ഭരണാധികാരിയായിരുന്ന ഒരു KK നായർ എന്ന് പറയുന്ന ഒരു ICS ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനോട് നോട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ആ ICS ഉദ്യോഗസ്ഥനോ ഗോവിന്ദ് വല്ലഭ് പന്തോ അനുസരിക്കുന്നില്ല. അന്ന് ആ രാംലല്ല വിഗ്രഹം അവിടെ നിന്ന് എടുത്തു മാറ്റിയിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമാണ്. ഗോവിന്ദ് വല്ലഭ് പന്ത് അതിൽ നിഷ്ക്രിയമായിരിക്കുകയും ആ രാംലല്ലയുടെ വിഗ്രഹം ആ ക്ഷേത്രത്തിൽ തുടരാൻ ഇടയാവുകയും ചെയ്തത്. പകരം എന്താണ് ചെയ്തത്? അത് ക്ലോസ് ചെയ്തിട്ടു. മാത്രമല്ല വർഷത്തിലൊരിക്കൽ ഭക്തജനങ്ങൾക്ക് അവിടെ പോയി ഒരു പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാമെന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. 1986 രണ്ടാമത് വീണ്ടും അബദ്ധമുണ്ടാവുന്നു. രണ്ടാമത് തവണ ഈ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ബില്ല് പാസ്സാക്കുന്ന പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയാണ്, ഹിന്ദു ഭക്തജനങ്ങൾ ഞങ്ങൾക്കൊരു ബെനിഫിറ്റ് കൂടി തരണം, ഒരു ബെനിഫിറ്റ് നിങ്ങൾ അവിടെ കൊടുത്താൽ ഒരു ബെനിഫിറ്റ് ഇവിടെ കൂടെ തരണം. അങ്ങനെ രാം ക്ഷേത്രം തുറന്നു കൊടുക്കുകയാണ്. നേരിട്ടൊരു ബന്ധവുമില്ല ഈ മുത്തലാഖ് വിഷയവും രാം ജന്മഭൂമിയും തമ്മിൽ. രാജീവ് ഗാന്ധിയാണ് അതിനെ കോറിലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത്. മൂന്നാമത്തതാണ് നേരത്തെ സ്മൃതി പറഞ്ഞ 1992 ഈ ഡിസംബർ മാസം 6 ബാബറി മസ്ജിദ് തകർക്കുന്ന മൂന്നാമത്തത്. നാലാമത്തെ ചരിത്രപരമായ മണ്ഡലത്തിനായിരിക്കും ജനുവരി 22 അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിലൂടെ സാക്ഷ്യമാവുക. അതുകൊണ്ട് തന്നെ ഈ 2 കാരണങ്ങളാൽ, ചുരുങ്ങിയത് ഈ 2 കാരണങ്ങളാൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, അതൊരു രാഷ്ട്രീയമായ പ്രോജക്റ്റ് ആണ്. 2, അതൊരു ചരിത്രപരമായ വിഡ്ഢിത്തമായി തീരും ചരിത്രപരമായ കാരണങ്ങളാൽ. ഇത് രണ്ടുമാണ് പ്രാഥമികമായി എൻ്റെ വീട്. Meet the editors.